Hi children, welcome to science class. In the last class you have studied about chemical change. In chemical change, new substances are formed. In physical change, there is no new substance formed. Okay, look here, examples of chemical changes in our daily life. Digestion of food in our body. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മളെ ബോഡിയിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്യും. ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിന് നമ്മൾ കഴിച്ച ഫുഡായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ digestion of food is chemical change. Next one, ripening of fruits. Ripening of fruits is also chemical change. Fruit ripen ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഫോമിലേക്ക് മാറ്റാൻ കഴിയില്ല. ഫ്രൂട്ട്സ് പഴുത്ത് കഴിഞ്ഞാൽ അതിനെ പച്ചയാക്കി മാറ്റാൻ പറ്റില്ല. തേർഡ് വൺ, ഫെർമെന്റേഷൻ ഓഫ് ഗ്രേപ്സ്. ഗ്രേപ്പ് പുളിക്കുന്നത്. ആ ഫെർമെന്റേഷൻ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ കെമിക്കൽ ചേഞ്ച് new substances are formed. In addition to new products, the following may accompany a chemical change. New products ഉണ്ടാവുന്നതിന് പുറമെ ഈ ഒരു കാര്യങ്ങളും കൂടെ chemical changesൽ സംഭവിക്കുന്നുണ്ട്. Heat, light or any other radiation. Any other radiation means ultraviolet is one example. May be given off or absorbed. കെമിക്കൽ ചേഞ്ച് നടക്കുമ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ റേഡിയേഷൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാം. സെക്കൻഡ് വൺ, സൗണ്ട് മേ ബി പ്രൊഡ്യൂസ്ഡ്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. എ ചേഞ്ച് ഇൻ സ്മെൽ മേ ടേക്ക് പ്ലേസ് ഓർ ന്യൂ സ്മെൽ മേ ബി ഗിവൺ ഓഫ്. ഒന്നുകിൽ ആ റിയാക്ഷന്റെ സ്മെല്ലിലെ ഒരു റിയാക്ഷൻ അവിടെ നടന്നു, അപ്പൊ അവിടെ ആദ്യം ഉണ്ടായിരുന്ന സബ്സ്റ്റൻസിന്റെ സ്മെല്ലിന് ചേഞ്ച് വരാം, അല്ലെങ്കിൽ അവിടെ റിയാക്ഷൻ നടന്നിട്ട് ഒരു പുതിയ സ്മെല്ല് അവിടെ ഉണ്ടാവാം. എ കളർ ചേഞ്ച് മേ ടേക്ക് പ്ലേസ്. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പം ഒരു ന്യൂ സബ്സ്റ്റൻസിന്റെ കളർ ചേഞ്ച് ഉണ്ടാവാം. എ ഗ്യാസ് മേ ബി ഫോംഡ്. എന്തെങ്കിലും ഗ്യാസ് അവിടെ ഫോം ചെയ്യും. നെക്സ്റ്റ് പ്രീവിയസ് ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിയാക്ഷൻ നടന്നു കഴിഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അവിടെ ഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ടേൺ ലൈം വാട്ടർ മിൽക്കി. ലൈം വാട്ടറിനെ മിൽക്കി ആക്കി കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ആദ്യത്തെ ഫോമിലേക്ക് ലൈം വാട്ടർ ആയിട്ട് മാറ്റാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഓൾസോ എക്സാമ്പിൾ ഓഫ് കെമിക്കൽ ചേഞ്ച്. നെക്സ്റ്റ്, ബേണിംഗ് ഓഫ് എനി സബ്സ്റ്റൻസ് ഇസ് എ കെമിക്കൽ ചേഞ്ച്. ഏതൊരു സബ്സ്റ്റൻസ്, ഏതൊരു വസ്തു ബേൺ ചെയ്യുന്നതും ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഒരു പേപ്പർ കത്തുന്നത്, ഒരു അങ്ങനത്തെ ഒരു മാറ്റ് സ്റ്റിക്ക് കത്തുന്നത്, അതൊക്കെ ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ബേണിംഗ് ഇസ് ഓൾവേസ് അക്കമ്പനീഡ് ബൈ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ്. ബേൺ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലോഷൻ ഓഫ് ഫയർ വർക്ക് ഇസ് കെമിക്കൽ ചേഞ്ച്. എന്നൊരു എക്സാമ്പിൾ, എക്സ്പ്ലോഷൻ ഓഫ് ഫയർ വർക്ക്, പടകം പൊട്ടുന്നത്, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. ഇൻ സച്ച് ആൻ എക്സ്പ്ലോഷൻ പ്രൊഡ്യൂസസ് ഹീറ്റ്, ലൈറ്റ്, സൗണ്ട് ആൻഡ് അൺപ്ലസന്റ് ഗ്യാസസ്. അങ്ങനെ ഒരു എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ്. പടകം പൊട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സൗണ്ട് ഉണ്ടാവുന്നുണ്ട്, ആൻഡ് അൺപ്ലസന്റ് ഗ്യാസസ്, ഗ്യാസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. Okay, these are some examples of chemical changes. Next, about a protective shield. Ozone layer. You must heard about ozone layer. It protects us from the harmful ultraviolet radiation which comes from the sun. Ozone layer protects us from the ultraviolet radiation from the sun. Ozone absorbs this radiation and break down to oxygen. Ozone ഈ അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ, ഓസോൺ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഓക്സിജൻ ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്സിജൻ ഈസ് ഡിഫറെന്റ് ഫ്രം ഓസോൺ. ഓക്സിജൻ ഓസോൺ ആയിട്ട് മാച്ച് അല്ല, ഡിഫറെന്റ് ആണ്. Okay, if ultraviolet radiation were not absorbed by ozone, it would reach the earth's surface and cause harm to us and other life forms. Ultraviolet radiation ozone layer absorb ചെയ്തിട്ടില്ലെങ്കിൽ that reaches our earth's surface. നമ്മളെ earthൽ അത് ultraviolet radiation വരും. That will harm to us and other life forms, other organisms. അത് നമുക്കും അതുപോലെ തന്നെ എർത്തിലുള്ള അതർ ഓർഗാനിസംസിനും എന്താണ്? ഹാംഫുൾ ആണ്. ഓസോൺ ആക്ട് ആസ് എ നാച്ചുറൽ ഷീൽഡ് അഗെയിൻസ്റ്റ് ദിസ് റേഡിയേഷൻ. ഓസോൺ ആണ് ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് നമ്മൾ എർത്തിൽ
ഉണ്ടാക്കുന്നത്. ഓക്കെ. Next, rusting of iron. Rusting of iron that you already studied. Rusting of iron is chemical change. The process of rusting can be represented by the following equation. Rusting of iron എന്നുള്ള പ്രോസസ്സിനെ കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അയോൺ Fe plus oxygen. Iron react with the oxygen from the air. Oxygen ആയിട്ട് react ചെയ്യും. Plus water. Iron react with the oxygen and water. Oxygen represented as O2 and water H2O. To form rust. Iron, oxygen, water ആയിട്ട് react ചെയ്തിട്ട് rust form ചെയ്യും. That rust is iron oxide. Rust എന്ന് പറയുന്നത് എന്താണ്? Iron oxide ആണ്. It is represented as Fe2O3. Fe2O3 is rust. For rusting, the presence of both oxygen and water is essential. Rusting process ന് എന്തൊക്കെ ആവശ്യമാണ്? Both oxygen and water essential. Okay. How do we prevent rusting? നമ്മൾ rusting എങ്ങനെ prevent ചെയ്യുന്നത്? Prevent iron particles from coming in contact with oxygen or water or both. One simple way is to apply a coat of paint or grease. Rust ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒബ്ജക്ട്സിന്റെ മുകളിൽ അയൺ ഒബ്ജക്ട്സിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക? അപ്ലൈ എ കോട്ട് ഓഫ് പെയിന്റ് ഓർ ഗ്രീസ്. പെയിന്റ് അടിക്കാം, ഗ്രീസ് അടിക്കാം. In fact, these coats should be applied regularly to prevent rusting. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആ കോട്ട് അപ്ലൈ ചെയ്യുന്നത് റസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യും. Another way is to deposit a layer of a metal like chromium or zinc on iron. വേറൊരു മെത്തേഡ് എന്താന്ന് വെച്ചാൽ അയണിന്റെ മുകളിൽ സിങ്ക് അല്ലെങ്കിൽ ക്രോമിയം മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അത് പൂശുക. Okay, that process is called galvanization. The process of depositing a layer of zinc on iron is called galvanization. അയണിന്റെ മുകളിൽ അയൺ റസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അയണിന്റെ മുകളിൽ ഒരു സിങ്ക് ലെയർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് galvanization. That process is called galvanization. Stainless steel. What is stainless steel? നമ്മൾ steel കേട്ടിട്ടില്ല. That is stainless steel. That is made by mixing iron with carbon and metals like chromium, nickel and manganese. Stainless steel ഉണ്ടാക്കിയിട്ടുള്ളത് അയണിനെ കാർബൺ അതുപോലെ തന്നെ വേറെ മെറ്റൽസും ആയിട്ട് ക്രോമിയം, നിക്കൽ, മാംഗനീസ് അതൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇറ്റ് ഡസ് നോട്ട് റസ്റ്റ്. അതുകൊണ്ട് തന്നെ അത് എന്താകുന്നില്ല, റസ്റ്റ് ആകുന്നില്ല. അയൺ മാത്രമല്ല ഉള്ളത്, അയൺ, കാർബൺ, ക്രോമിയം, നിക്കൽ, മാംഗനീസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് അബൌട്ട് ക്രിസ്റ്റലൈസേഷൻ. Salt can be obtained by the evaporation of sea water. നമുക്കറിയാം salt കിട്ടുന്നത് sea water ന്ന് water evaporate ചെയ്തിട്ടാണ്. The salt obtained in this manner is not pure and shape of its crystals cannot be seen clearly. However, large crystals of pure substances can be formed from their solutions. That process is called crystallization. The large crystals of pure substances can be formed. Dissolve ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡിസോൾവ് ചെയ്ത സബ്സ്റ്റൻസസിന്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് crystallization. Large crystals of pure substances can be formed from their solution. That process is called crystallization. Here one example. Take a cup full of water in a beaker. Add a few drops of dilute sulfuric acid. First, take water in a beaker and add few drops of dilute sulfuric acid. After that, heat the water. Water ne heat cheya. When it starts boiling, add copper sulfate powder slowly while stirring continuously. Water heat ആയിക്കൊണ്ടിരിക്കും. Boil ചെയ്യുന്ന സമയത്ത് copper sulfate powder add ചെയ്യുക. Copper sulfate is blue in color. Stir ചെയ്ത് ഇളക്കി add ചെയ്യുക. Continue adding copper sulfate powder till no more powder can be dissolved. നന്നായിട്ട് ഡിസോൾവ് ആവുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്യുക. ഫിൽറ്റർ ദ സൊല്യൂഷൻ. ആഫ്റ്റർ ദാറ്റ് ഫിൽറ്റർ ദ സൊല്യൂഷൻ. സൊല്യൂഷൻ ഫിൽറ്റർ ചെയ്യുക. allow it to cool. പിന്നെ അതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഡു നോട്ട് ഡിസ്റ്റർബ് ദ സൊല്യൂഷൻ വെൻ ഇറ്റ് ഈസ് കൂളിംഗ്. കൂൾ ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഇളക്കാനൊന്നും പാടില്ല. ലുക്ക് അറ്റ് ദ സൊല്യൂഷൻ ആഫ്റ്റർ സം ടൈം. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം observe ചെയ്താൽ can you see the crystal of copper sulfate? You can see the crystal of copper sulfate. നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ ഓവറായിട്ട് ഡിസോൾവ് വെച്ച കോപ്പർ സൾഫേറ്റിന്റെ ക്രിസ്റ്റൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും.
Okay, this is the picture. Copper sulfate is blue in color. When you rest for some time, you can see crystals. Copper sulfate crystals. This process is called crystallization. So your chapter finished here. Study well. I stop here. Read the chapter 2 or 3 times. Okay, thank you.